നമസ്കാരം. നിങ്ങളുടെ മനസ്സിനുള്ളിൽ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും പിന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്ന വേറൊരാളുമുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അങ്ങനെയുള്ള രണ്ട് ശക്തികളെക്കുറിച്ചുള്ള ഒരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. ബുദ്ധിയുടെ പണ്ഡിതനും മനസ്സിന്റെ കാവൽക്കാരനും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് ഒരു വലിയ ഗേറ്റിന്റെ അടുത്താണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ മനസ്സിന്റെ രണ്ട് മുഖങ്ങളെ, അതായത് ഈ പണ്ഡിതനെയും കാവൽക്കാരനെയും ആദ്യമായിട്ട് കാണുന്നത്. അപ്പോ ഈ ഗേറ്റിന്റെ അടുത്ത് രണ്ടു പേരുണ്ട്. ഒരാള് കാവൽക്കാരൻ. ആളുടെ പണി സിമ്പിളാണ്. വേറൊന്നും ആലോചിക്കാതെ ഗേറ്റ് തുറക്കുക, അടയ്ക്കുക, അത്രയുള്ളൂ. ഇനി രണ്ടാമത്തെ ആള് ഒരു പണ്ഡിതനാണ്. പുള്ളി പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കുന്നില്ല. പകരം ആ ഗേറ്റിലൂടെ പോകുന്ന എല്ലാത്തിനെയും ഇങ്ങനെ നോക്കി വിശകലനം ചെയ്യും, അളക്കും, പിന്നെ അതിനെയൊക്കെ ജഡ്ജ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടു പേരും നമ്മുടെ എല്ലാം ഉള്ളിൽ തന്നെയാണല്ലേ? അപ്പോ ഈ രണ്ട് സ്വഭാവങ്ങൾ അത് നമ്മുടെ സന്തോഷത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? ഈ ചിന്തകളുടെയൊക്കെ ഭാരം അത് ശരിക്കും നമ്മുടെ സമാധാനം ഇല്ലാതാക്കുന്നുണ്ടോ? ആ പണ്ഡിതന്റെ നിർത്താതെയുള്ള സംസാരമില്ലേ, ആ ഒരു ഓവർ തിങ്കിങ്, അത് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു സ്വാഭാവികമായ സമാധാനമില്ലേ, അതിന് കിട്ടാനുള്ള ഏറ്റവും വലിയ തടസ്സം. അതായത് സംഭവം ഇത്രയുള്ളൂ. ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ ഒരു കാവൽക്കാരനെ പോലെ സംരക്ഷിക്കുന്നു. മറ്റേതോ അത് നമ്മുടെ എനർജി മുഴുവൻ വലിച്ചെടുത്ത് നമ്മളെ ടെൻഷനടിപ്പിക്കുന്നു. അപ്പോ നമ്മളിങ്ങനെ എപ്പോഴും ടെൻഷനടിച്ചിരിക്കാൻ വിധിക്കപ്പെട്ടവരാണോ, അതോ നമ്മുടെ ഉള്ളിലെ ലോകവും പുറത്തുള്ള ലോകവും തമ്മിലുള്ളൊരു ബന്ധം മനസ്സിലാക്കാൻ വേറെ വല്ല വഴിയുണ്ടോ? ദേ, ഈയൊരു സിമ്പിൾ ചോദ്യമൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പുറത്ത് നല്ല കനത്ത മഴ പെയ്യുന്നു. നിങ്ങളൊരു മുറിയുടെ ഉള്ളിൽ സേഫായിട്ടിരിക്കുകയാണ്. നിങ്ങൾ നനയുമോ? ഇല്ലല്ലോ. ഈ ഉത്തരത്തില് നമ്മുടെ മനസ്സിനെപ്പറ്റിയുള്ളൊരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഉത്തരം വളരെ സിമ്പിളാണ്, തീർച്ചയായുമില്ല. ഇതിൽ നിന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം പഠിക്കണം. സാഹചര്യങ്ങൾ എപ്പോഴും പുറത്താണ്, പക്ഷേ നമ്മുടെ ഫീലിംഗ്സ് അത് നമ്മുടെ ഉള്ളിലാണ്. ഇത് രണ്ടും രണ്ടാണ്, ഒന്നല്ല. അപ്പോ യഥാർത്ഥ പ്രശ്നം പുറത്തുള്ള മഴയല്ല. ആ മഴയെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിവിടാൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ശീലമില്ലേ, അതാണ് പ്രശ്നം. നമ്മൾ ഇമോഷണലി നനയാൻ സ്വയം തീരുമാനിക്കുകയാണ് ശരിക്കും. അപ്പോ ഈ പുറത്തുള്ള പ്രശ്നങ്ങളിൽ ഒന്നും പെട്ട് നനയാതെ നമ്മുടെ ഉള്ളിലെ സമാധാനം എങ്ങനെ നമുക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റും? അതിന് നമ്മുടെ എല്ലാം ഉള്ളിലൊരു നാച്ചുറൽ കഴിവുണ്ട്. ഒരു ഫാക്ടറി സെറ്റിംഗ് എന്നൊക്കെ പറയാം. അതിനെ ഒന്ന് ഉണർത്തിയാൽ മതി. ഇതിനെയാണ് നമ്മൾ ഫീൽ ഗുഡ് മീഡിയേറ്റർ എന്ന് വിളിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ കഥയിലെ ആ കാവൽക്കാരനെ പോലെയാണ്. ഒരു സാഹചര്യത്തിലും നമ്മുടെ റിയാക്ഷനും ഇടയിൽ ഒരു ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കും. എന്നിട്ട് തീരുമാനിക്കും എന്ത് ഉള്ളിലേക്ക് വരണം, എന്ത് പുറത്തു തന്നെ നിൽക്കണമെന്ന്. ഇതൊന്ന് ഓർത്തുവെക്കണം. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല. അത് നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റാണ്. ഓവർ തിങ്കിങ് എന്ന ആ ഒച്ചയൊന്ന് നിന്നാൽ മാത്രം മതി, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഫാക്ടറി സെറ്റിംഗിലേക്ക് തിരിച്ചെത്തും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു വലിയ കോടീശ്വരൻ കുറേ പാവപ്പെട്ടവരുടെ കൂടെ നിന്നെന്ന് വെച്ച് പാവപ്പെട്ടവനാകുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും? ആ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന പണ്ഡിതനെ ഒന്ന് സൈലന്റ് ആക്കിയിട്ട് നമ്മുടെ കാവൽക്കാരനെ എങ്ങനെ പവർഫുൾ ആക്കാം? അതിന് സിമ്പിളായിട്ട് 3 സ്റ്റെപ്പുകളുണ്ട്. നമ്മുടെ ഉള്ളിലെ സമാധാനത്തിലേക്കുള്ള വഴി ഈ 3 സ്റ്റെപ്പുകളിലൂടെയാണ്. ഒന്നാമത്തേത്, ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കി മനസ്സിനെ സിമ്പിളാക്കുക. രണ്ടാമത്, ഈ ചിന്തകളെ ഒന്ന് അടക്കി നിർത്താൻ പഠിക്കുക. അവസാനം, നമ്മുടെ ആ നാച്ചുറൽ ഹാപ്പിനെസ്സിനെ സംരക്ഷിക്കുന്ന ഫീൽ ഗുഡ് മീഡിയേറ്ററില്ലേ, അതിനെ അങ്ങ് ആക്ടിവേറ്റ് ചെയ്യുക. ഇതാണ് ശരിക്കും ആ പണ്ഡിതനിൽ നിന്ന് നമ്മുടെ കാവൽക്കാരനിലേക്കുള്ള ഒരു യാത്ര. അപ്പോ പോകുന്നതിനു മുൻപ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർക്കാം, മറന്നുപോകാതിരിക്കാൻ. അപ്പോ ഇതാണ് ഈ കഥയുടെ എല്ലാം കാതൽ. നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ പുറത്ത് എന്ത് കൊടുങ്കാറ്റ് വന്നാലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആ കാവൽക്കാരനെ കണ്ടെത്തുക, നിങ്ങളുടെ സമാധാനം നിങ്ങൾ തന്നെ സംരക്ഷിക്കുക. നന്ദി.